സ്റ്റെപ്സ് കണ്ടപ്പോൾ തന്നെ ഇതേതാ സ്ഥലം എന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലേ? അതേ, പാലക്കാട് എത്തിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് പല്ലാവൂർ വാമനമുരുകൻ ക്ഷേത്രത്തിലാട്ടോ. ഓൾറെഡി ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അത് ഇരട്ടിയായി. കാരണം ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. അത് മാത്രമല്ല, ഇവിടെ ഭയങ്കര കാമൻ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നും. ഞങ്ങൾ ശരിക്കും ഇവിടെ എത്താൻ തന്നെ 8 മണിയായിരുന്നു. അതുകൊണ്ട് അമ്പലത്തിൽ കയറാൻ പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അമ്പലം അടയ്ക്കാഞ്ഞോണ്ട് ഞങ്ങൾക്ക് ഉള്ളിൽ കയറി തൊഴാൻ പറ്റി. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് പ്രസാദമൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ പോന്നു കേട്ടോ. അങ്ങനെ അടുത്ത സ്പോട്ട് പോകുന്നതിൻ്റെ മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു. ഇന്ന് ഞാൻ ഇറങ്ങുന്നതിൻ്റെ മുന്നേ ദീപുനോട് പറഞ്ഞിട്ടായിരുന്നു ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ വീഡിയോ എടുക്കാൻ ഓർമ്മിപ്പിക്കണമെന്ന്. ദീപു അത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ വ്ളോഗിൽ ഫുഡും കൂടെ ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കുറച്ച് ഹെവി ആയിട്ടാണ് കഴിച്ചത്. എന്താണെന്നറിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ടിപ്പു സുൽത്താൻ ഫോർട്ടിലേക്കാണ് പോയത്. എനിക്ക് പൊതുവേ ഫോർട്ടിൽ പോകാൻ അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ലായിരുന്നു. ചുമ്മാ ഒന്ന് കയറി ഇറങ്ങാന്ന് വെച്ച് പോയതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എന്നെ അട്രാക്ട് ചെയ്ത ഈ ഫോർട്ടിന് ചുറ്റുമുള്ള പോണ്ടാണ്. കുറേ മീനുകളും ആമയും ഒക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഹനുമാന്റെ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഫുള്ള് നല്ല ക്യൂ ആയിരുന്നു. മഴ പെയ്തുകൊണ്ട് ഞങ്ങൾ വേഗം പോന്നു. അവിടുന്ന് നേരെ പോയത് മലമ്പുഴയ്ക്കാണ്. മലമ്പുഴ ഡാമാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കണ്ട ഡാം. പണ്ട് ഇവിടെ സ്കൂളിൽ നിന്ന് ടൂർ വന്നിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഫസ്റ്റ് ശ്രദ്ധിച്ച ഈ റോപ്പേ ആട്ടോ. അതുകൊണ്ട് ഗാർഡനിലേക്ക് ഡയറക്റ്റ് കയറിയില്ല. ഈ റൈഡ് കയറിയാൽ തന്നെ നമുക്ക് മൊത്തം ഗാർഡൻ കാണാം. അതുകൊണ്ട് ഞങ്ങൾ വേഗം ടിക്കറ്റ് എടുത്ത് റൈഡ് കയറിട്ടോ. ഇതിന് കയറുന്ന വരെ വെയിലും മഴയും ഒന്നുമില്ലാതെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ ഇത് കയറിയതിൻ്റെ ശേഷം ഒടുക്കത്തെ വെയിലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആയി. പിന്നെ താഴേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ റോപ്പേ റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയത് കവയിലേക്കാട്ടോ. നിങ്ങൾക്കിപ്പോൾ അധികം ആളുകളും തിരക്കും ഒന്നും ഇല്ലാതെ ഭയങ്കര പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലത്ത് വന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ വരാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഈ കാണുന്നത് തന്നെ പോരെ. ഇതിലും വലുതായിട്ട് ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. കവയിൽ തിരിച്ചു വരുമ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടുന്ന് ലഞ്ച് കഴിച്ചേ. ഇതൊരു റിസോർട്ടിലേക്ക് ഹോട്ടലാണ്. ഇവിടെ ഒരു ബുഫേ ഉണ്ടായിരുന്നു. എപ്പോഴും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഫുഡൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്ത് ഞങ്ങൾ പോന്നു കേട്ടോ. ഇത്രയും നേരമായിട്ട് ഈ നെൽപ്പാടങ്ങളൊക്കെ ഞങ്ങളൊരു ഡിസ്റ്റൻസിന്നേ കണ്ടുള്ളൂ. പക്ഷെ അതിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി ആസ്വദിക്കാൻ എവിടെ പോകുന്നു നോക്കിയപ്പോൾ ഫസ്റ്റ് വന്ന ഓപ്ഷൻ കോട്ടക്കാടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. എൻ്റെ ഡ്രസ്സിൻ്റെ കളറും ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ അങ്ങ് സിങ്ക് ആയ പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ ഒരു വീഡിയോ എടുത്തു കേട്ടോ. വരിക്കാശ്ശേരി മന, ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. എന്നെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ പാലക്കാട് എത്തിയത് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാ. പിന്നല്ലേ ഫോട്ടോഷൂട്ട്. ഇത്രയും കാലം സിനിമയിൽ മാത്രം കണ്ടൊരു കാര്യം നേരിട്ട് കണ്ടൊരു എക്സൈറ്റ്മെന്റിൽ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി എല്ലാം കണ്ടു കേട്ടോ. അപ്പോഴൊക്കെ ഇവിടെ ഫുൾ ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത് പുറത്ത് ചെയർ ഇട്ട ഏരിയയിലായിരുന്നു. ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ സന്ധ്യയായി ഒരുവിധം എല്ലാവരും പോയ ഗ്യാപ്പിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത്. അങ്ങനെ പെട്ടെന്ന് ഉണ്ടായ ഒരു ട്രിപ്പിന്റെ ഒരുപാട് നല്ല മെമ്മറീസും ആയിട്ട് ഞങ്ങൾ തിരിച്ച് കൊച്ചിക്ക് പോവാട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ കാണാം. ബൈ.